Hi guys, so welcome to Wings Academy online classes. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള some basic constituents of mathറിലെ some important questions ആണ്. ഓക്കെ, ഓണം എക്സാമിന് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അധികം ബോറൊന്നും എടുപ്പിക്കാണ്ട് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ, നമുക്കറിയാം ഈ ചാപ്റ്ററിൽ എന്താ നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ട് എലമെന്റ്സിന്റെ സിമ്പിൾസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിമ്പിൾ ഓഫ് സോഡിയം? ഏതാണ്, നമുക്കിവിടെ കുറച്ച് ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ, ഇതില് സോഡിയത്തിന്റെ സിമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിമ്പിൾ ഓഫ് സോഡിയം? ഏതാ ഒന്ന് പറഞ്ഞേ, ഏതാ സോഡിയത്തിന്റെ സിമ്പിൾ ഏതാ? ഇവിടെ N ഉണ്ട്, K ഉണ്ട്, Na ഉണ്ട്. സോഡിയത്തിന്റെ സിമ്പിൾ ഏതാ? N ആണോ? അല്ല, K ആണോ? K എന്ന് പറയുന്നത് എന്തിന്റെ സിമ്പിളാ? പൊട്ടാസ്യത്തിന്റെ സിമ്പിളാണ് അല്ലേ. Na അല്ലേ സോഡിയത്തിന്റെ സിമ്പിൾ അല്ലേ. സിമ്പിൾ ഓഫ് സോഡിയം എന്താണ്? Na ആണ് സിമ്പിൾ ഓഫ് സോഡിയം. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, the constituent elements of sugar are carbon, hydrogen and what? ഷുഗറിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് രണ്ടെണ്ണം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? കാർബൺ, പിന്നെ എന്താ? ഹൈഡ്രജൻ, പിന്നെ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഷുഗർ കാർബണും വാട്ടറുമായിട്ടാണ് ഹീറ്റ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. കാർബണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അഗെയിൻ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ വാട്ടറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗെയിൻ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്ടർ എങ്ങനെയാ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുക? H2O അല്ലേ. H2O എന്ന് പറയുമ്പോൾ എന്താ? രണ്ട് ഹൈഡ്രജൻ ഉണ്ടാവും, ഒരു ഓക്സിജൻ ഉണ്ടാവും അല്ലേ. രണ്ട് ഹൈഡ്രജൻ ഉണ്ടാകും, ഒരു ഓക്സിജൻ ഉണ്ടാവും. ഹൈഡ്രജൻ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഒരു കോമ്പണന്റ് ആരായിരിക്കും? ഓക്സിജൻ ആയിരിക്കൂലേ അല്ലേ. അപ്പോ ആ ക്വസ്റ്റ്യന്റെ ആൻസറും സിമ്പിൾ ആയിട്ട് കിട്ടി. എന്താ? ഓക്സിജൻ ആണ് മൂന്നാമത്തെ ഒരു കോമ്പണന്റ്. ഓക്കെ, സെറ്റ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ആണേ. കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ എന്ത് ചെയ്താ? ABC എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്യാ, നമുക്ക് ആൻസർ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഓക്കെ. എലമെന്റ്സിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലേ. എലമെന്റ്സിന്റെ പേര് തന്നിട്ടുണ്ട്, പിന്നെ സിമ്പിൾ തന്നിട്ടുണ്ട്. അതിന്റെ ബേസിസ് ഓഫ് നെയിമിങ് എന്താണെന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. നമ്മ എലമെന്റ്സില് ജെർമേനിയത്തിന്റെ സിമ്പിൾ എന്താ? Ge ആണ് അല്ലേ. അതിന്റെ ബേസിസ് ഓഫ് നെയിമിങ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ജെർമേനിയം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ജർമ്മനി എന്ന് പറയുന്ന കൺട്രിയിൽ നിന്നാണ് അതിന്റെ നെയിം വന്നിട്ടുള്ളത് അല്ലേ. ജർമേനിയം എന്ന് പറയുമ്പോൾ ജർമ്മനി എന്ന് പറയുന്ന കൺട്രിയുടെ പേരിൽ നിന്നാണ് ജർമേനിയം എന്ന് പറയുന്ന എലമെന്റിന്റെ നെയിം വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്താം? ജർമേനിയം എവിടെ നിന്നാ വന്നിട്ടുള്ളത്? കൺട്രിയിൽ നിന്നാണ് അതിന്റെ നെയിം വന്നിട്ടുള്ളത്. സെറ്റ് അല്ലേ, കുഴപ്പമില്ലല്ലോ. ഇനി നോക്കിയേ, നമുക്ക് സിമ്പിൾ തന്നിട്ടുണ്ട് Cu. ഓക്കെ, ബേസിസ് ഓഫ് നെയിമിങ് എന്താ? ലാറ്റിൻ നെയിം ആണ്. അപ്പോ Cu ആണ് സിമ്പിള്, ബേസിസ് ഓഫ് നെയിമിങ് എന്ന് പറയുന്നത് ലാറ്റിൻ നെയിം ആണ്. അപ്പൊ നമുക്ക് Cu എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ? കോപ്പർ ആണ് അല്ലേ. കോപ്പർ ആണ് നമ്മുടെ എലമെന്റിന്റെ പേര്. സിമ്പിൾ അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഒറിജിൻ ഓഫ് നെയിംസ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ടെണ്ണേ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാം എൻ്റെ മക്കൾ പഠിക്കണം. ഓക്കെ, ഇതേമാതിരി ആയിരിക്കും ഈ ഒറിജിൻ ഓഫ് നെയിമിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം എക്സാമിന്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ചൂസ് ദ മോണോ ആറ്റോമിക് മോളിക്യൂൾ ഫ്രം ദി ബ്രാക്കറ്റ്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് തന്നിട്ടുള്ളത്? ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം, നൈട്രജൻ. ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഇതില് മോണോ അറ്റോമിക് മോളിക്യൂൾ ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മോണോ അറ്റോമിക് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ആറ്റം മാത്രമേ ആ മോളിക്യൂളിൽ പ്രസന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ അല്ലേ. ഡൈ ആറ്റോമിക് എന്ന് പറയുമ്പോഴോ രണ്ട് ആറ്റം അവിടെ പ്രസന്റ് ആയിട്ട് ഉണ്ടാവും അല്ലേ. പോളി ആറ്റോമിക് എന്ന് പറയുമ്പോഴോ രണ്ടിൽ കൂടുതൽ ആറ്റംസ് അവിടെ പ്രസന്റ് ആയിട്ട് ഉണ്ടാവും. നമ്മളടുത്ത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? മോണോ അറ്റോമിക് മോളിക്യൂൾസ് എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഹൈഡ്രജന്റെ കെമിക്കൽ ഫോർമുല എന്താ?
H2 ആണല്ലേ. H2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ആറ്റം ആണോ പ്രസന്റ് ആയിട്ടുള്ളത്? അല്ല, അവിടെ 2 ആറ്റം പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ഡൈ ആറ്റോമിക് ആയിരിക്കും അല്ലേ. ഇനി ഓക്സിജൻ, ഓക്സിജൻ നമ്മൾ എങ്ങനെ എഴുതാം? O2 എന്നല്ലേ എഴുതാം? ഓക്സിജൻ നമ്മൾ O2 എന്നല്ലേ എഴുതാം? അപ്പോഴും നമുക്ക് മനസ്സിലാകും അതും എന്താ? ഡൈ ആറ്റോമിക് ആണ്, നമുക്ക് മനസ്സിലാവും. ഇനി ഹീലിയം, ആരുമില്ല അല്ലെ, പാവം ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഹീലിയം എന്ന് പറയുമ്പോൾ എന്താ? മോണോ ആറ്റോമിക് ആണ്, ഒരു ആറ്റം മാത്രമേ അവിടെ പ്രസന്റ് ആയിട്ടുള്ളൂ, മോണോ ആറ്റോമിക് ആണ്. ഇനി ആരാ ഉള്ളത്? നൈട്രജൻ. നൈട്രജൻ നമ്മൾ എങ്ങനെ എഴുതാ? N2 എന്നല്ലേടാ. N2 എന്ന് പറയുമ്പോൾ മനസ്സിലാവും 2 ആറ്റംസ് ഉണ്ട്. 2 ആറ്റം ഉള്ളവർ ആരായിരിക്കും? ഡൈ ആറ്റോമിക് ആയിരിക്കും, ഡൈ ആറ്റോമിക് മോളിക്യൂൾ ആയിരിക്കും. അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്താം? ഹൈഡ്രജനും ഹീലിയവും നൈട്രജനും ഓക്സിജനും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഹീലിയം മാത്രമാണ് എന്ത്? മോണോ ആറ്റോമിക് മോളിക്യൂൾ ആയിട്ടുള്ളത്. സെറ്റ് അല്ലേ? അപ്പൊ അതിന്റെ ആൻസറും കഴിഞ്ഞു. അപ്പൊ ഹീലിയം ആണ് നമ്മുടെ ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. N is the symbol of nitrogen. എന്താണ്? N ആണ് നൈട്രജന്റെ സിമ്പിൾ. What does 2N stand for? 2N അപ്പോൾ എന്തിനെയായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. N എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 2N എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? What is the total number of atom in 5N2? 5N2ൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡസ് 2N സ്റ്റാൻഡ് ഫോർ? N എന്ന് പറയുന്നത് നൈട്രജന്റെ സിമ്പിൾ. അപ്പൊ 2N എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും? 2 നൈട്രജൻ അല്ലേ. ഒരാറ്റം അടങ്ങിയിട്ടുള്ള നൈട്രജൻ ആണ് എന്ത്? ഇവിടെ നമ്മൾ വെറുതെ N എന്ന് പറഞ്ഞ എഴുതുന്നത് അല്ലേ. അപ്പൊ 2 N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 2 ആറ്റംസ് ഉണ്ടാവും, 2 ആറ്റംസ് ഓഫ് നൈട്രജൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 2 ഡിഫറെന്റ് ആറ്റംസ് ഓഫ് നൈട്രജൻ എന്ന് എഴുതാം അല്ലേടാ. അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എഴുതും, ജസ്റ്റ് ഒന്ന് N എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. 2N എന്ന് പറയുമ്പോഴോ അവിടെ എത്ര ആറ്റംസ് ഉണ്ടാവും? നൈട്രജന്റെ 2 ആറ്റംസ് ഉണ്ടാവും. ഇതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 2N സ്റ്റാൻഡ് ഫോർ 2 ഡിഫറെന്റ് ആറ്റംസ് ഓഫ് നൈട്രജൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ഇൻ 5N2? 5N2ൽ എത്ര ആറ്റംസ് ആണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിയേ 5N2 ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആറ്റത്തിന്റെ ടോട്ടൽ നമ്പർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് ഇൻറ്റു റൈറ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ. ഇവിടെ നോക്കിയാൽ ലെഫ്റ്റിൽ കിടക്കുന്ന ആള് 5 ആണ്, റൈറ്റിൽ കിടക്കുന്ന ആള് 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ ലെഫ്റ്റ് ഇൻറ്റു റൈറ്റ് ചെയ്താൽ മതി. ലെഫ്റ്റ് ഇൻറ്റു റൈറ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ കിടക്കുന്ന ആളാരാ? 5 ആണ്, റൈറ്റിൽ കിടക്കുന്ന ആളാരാ? 2 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ 5 ഇൻറ്റു 2 ചെയ്താൽ മതി. 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ആണ് അല്ലേ. അപ്പൊ 10 ആറ്റംസ് എവിടെയുണ്ട്? 5N2ലുണ്ട്. എത്ര ആറ്റംസ് ഉണ്ട്? 10 ആറ്റംസ് 5N2ൽ പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഇൻറ്റു റൈറ്റ് ചെയ്താൽ മതി. ലെഫ്റ്റിൽ കിടക്കുന്ന ആളാരാ? 5 ആണ്, റൈറ്റിൽ കിടക്കുന്ന ആളാരാ? 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 5 ഇൻറ്റു 2 ചെയ്തു. 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാ? 10 ആണ്. അപ്പൊ എത്ര ആറ്റംസ് പ്രസന്റ് ആയിട്ടുണ്ട് 5N2ല്? 10 ആറ്റംസ് പ്രസന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ. ഡിഫൈൻ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് വിത്ത് എക്സാമ്പിൾ. എലമെന്റ്സിനെയും കോമ്പൗണ്ട്സിനെയും എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണല്ലേ എലമെന്റ്സിന്റെയും കോമ്പൗണ്ട്സിന്റെ ഡെഫിനേഷൻ. നമുക്ക് കുറേ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ആണല്ലേ. എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താ? എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ പ്രോസസ്സ് വഴി അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്യുവർ സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയാ? എലമെന്റ്സ് എന്ന് പറയാ അല്ലേ. ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്യുവർ സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയാ? എലമെന്റ്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? എലമെന്റ്സ് ആർ ദി പ്യുവർ സബ്സ്റ്റൻസസ്. അവരെന്താണ്? പ്യുവർ സബ്സ്റ്റൻസസ് ആണ്.
സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അവരാ? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം അവിടെ? which cannot can be separated, which cannot can be separated. എന്ത് പ്രോസസ് വഴി? through chemical process, through chemical process. Okay, elements എന്ന് പറഞ്ഞാൽ എന്താ? Elements are the pure substances which can be separated through chemical process. ഒരു chemical reaction വഴി അല്ലെങ്കിൽ ഒരു chemical process വഴി ആ pure substanceനെ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? സ്പ്ലിറ്റ് ചെയ്ത് വേറെ വേറെ components ആക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? elements എന്ന് പറയുക. ഓക്കെ, ഇനി ആരാ നമ്മൾ ചോദിച്ചിട്ടുള്ളത്? compounds. compounds എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? രണ്ട് എലമെന്റ്സുകൾ കൂടി ചേർന്ന് ഉണ്ടാവുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ട്സ് എന്ന് പറയാം. രണ്ടോ അല്ലെങ്കിൽ രണ്ടിലധികമോ ആയിട്ടുള്ള എലമെന്റ്സ് കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ട്സ് എന്ന് പറയാ അല്ലേ? അപ്പൊ കോമ്പൗണ്ട്സിന്റെ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാ? കോമ്പൗണ്ട്സ് ആർ ദി സബ്സ്റ്റൻസ് which formed by the combination of two or more elements, രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ elements അല്ലേ? through chemical reaction, through chemical reaction. ഓക്കെ, രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ എലമെന്റ്സിന്റെ കോമ്പിനേഷൻ മൂലം ഉണ്ടാകുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ട്സ് എന്ന് പറയാം. Compounds are the substances which formed by the combination of two or more elements through chemical reaction. ഒരു chemical reaction വഴി രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ട്സ് എന്ന് പറയുക. അപ്പൊ എലമെന്റ്സിന്റെ ഡെഫിനിഷനും കോമ്പൗണ്ട്സിന്റെ ഡെഫിനിഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തതിലോട്ട് പോവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നോക്കിയേ, what are the three different types of molecules? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള three different types of molecules എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാ? നമുക്കറിയാലേ 3 molecules ആണ് ഉള്ളത്. ഏതൊക്കെയാ? മോണോ ആറ്റോമിക് ഉണ്ട്, ഡൈ ആറ്റോമിക് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? പോളി ആറ്റോമിക് ഉണ്ട് അല്ലേ? മോണോ ആറ്റോമിക് ഉണ്ട്, ഡൈ ആറ്റോമിക് ഉണ്ട്, പിന്നെ ഏതാ ലാസ്റ്റ് വൺ? പോളി ആറ്റോമിക്കും ഉണ്ട്. പോളി ആറ്റോമിക്കും ഉണ്ട്. മോണാറ്റോമിക് ഉണ്ട്, ഡൈ ആറ്റോമിക് ഉണ്ട്, പോളി ആറ്റോമിക് ഉണ്ട്. മോണാറ്റോമിക്കിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ എന്ത് പറയും? molecules that only contain one type of atom എന്ന് പറയും അല്ലേ? ഒരു ആറ്റം മാത്രം അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയാ? മോണോ ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയാം. അതേസമയം രണ്ട് ആറ്റംസ് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ഡൈ ആറ്റോമിക് എന്ന് പറയും അല്ലേ? ഒന്ന് എന്ന് പറയുമ്പോൾ എന്താ? മോണോ. രണ്ട് എന്ന് പറയുമ്പോൾ എന്താ അവിടെ? ഡൈ അല്ലേ? രണ്ടിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? പോളി. അപ്പോ രണ്ടിൽ കൂടുതൽ ആറ്റംസ് പ്രസന്റ് ചെയ്തിട്ടുള്ള രണ്ടിൽ കൂടുതൽ ആറ്റംസ് പ്രസന്റ് ചെയ്തിട്ടുള്ള മോളിക്യൂൾസിനെ നമ്മൾ എന്ത് പറയും? പോളി ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയും. സെറ്റ് അല്ലേ? അപ്പൊ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈ ചാപ്റ്റർ ഫുള്ള് സിമ്പിളാ. ഇനിയാണ് എന്ത് വരുന്നത്? നമ്മളുടെ ബാലൻസിങ് ഓഫ് ഇക്വേഷൻ വരുന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു പോർഷൻ ആണ് എന്ത്? ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ അല്ലേ? ഇതൊരു സിമ്പിൾ റിയാക്ഷൻ ആണല്ലേ? ഇവിടെ നോക്കിയേ, നമ്മുടെ പറഞ്ഞിട്ടുള്ള എന്താ ക്വസ്റ്റ്യൻ? എന്താ? സിമ്പിൾ അല്ലെ? ഒരു റിയാക്ഷൻ തരും, എന്നിട്ട് പറയും എന്താ? ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയും അല്ലേ? ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് എഴുതണം. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് എഴുതണം. ഓക്കെ, ഇക്വേഷൻ എന്താ? N2 plus H2 gives NH3. എന്താ? N2 plus H2 gives NH3. ഇതിന് നമ്മൾ എന്ത് ചെയ്ത് എഴുതണം? ബാലൻസ് ചെയ്ത് എഴുതണം. എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്റ്റന്റ് സൈഡിലുള്ള ആറ്റത്തിന്റെ എണ്ണവും പ്രൊഡക്റ്റ് സൈഡിലുള്ള ആറ്റത്തിന്റെ എണ്ണവും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? പക്ഷെ ഇവിടെ സെയിം ആണോ? ആണോ ഇല്ലേ? നമുക്ക് നോക്കാം.
ഇതിൽ ഏതാ റിയാക്റ്റന്റ് സൈഡ്, ഏതാ പ്രൊഡക്റ്റ് സൈഡ്? ഈ ആരോ മാർക്ക് കണ്ടില്ലേ? ഈ ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്ത് പറയും? റിയാക്റ്റന്റ് എന്നും റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? പ്രൊഡക്റ്റ് എന്നും പറയും അല്ലേ? ഈ ഒരു ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? റിയാക്റ്റന്റ് എന്നും റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? പ്രൊഡക്റ്റ് എന്നും പറയും. അപ്പോ നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്റ്റന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ള എഴുതി വെക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, n എത്ര എണ്ണം ഉണ്ട് റിയാക്റ്റന്റ് സൈഡിൽ? 2 എണ്ണമാണുള്ളത് അല്ലേ? n എത്ര എണ്ണം ഉണ്ട് റിയാക്റ്റന്റ് സൈഡിൽ? 2 എണ്ണം ഉണ്ട്. ഇനി H എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 2 എണ്ണം ഉണ്ട് അല്ലേ? ഹൈഡ്രജനും എത്ര എണ്ണം തന്നെ ഉണ്ട്? 2 എണ്ണം തന്നെ ഉണ്ട്. അപ്പൊ റിയാക്റ്റന്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ എഴുതി വെച്ചു. ഇനി പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാർ നോക്കിയേ, ഇവിടെ n എത്ര എണ്ണം ഉണ്ടടാ? 1 എണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? n 1 എണ്ണമേ ഉള്ളൂ. ഇനി ഇവിടെ H എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോ ഇവിടെ 2 n ഉണ്ട്, ഇവിടെ 2 h ഉണ്ട്. ഇവിടെയോ 1 n ഉണ്ട്, 3 h ഉണ്ട്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? റിയാക്റ്റന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും എന്താവണം? സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവേണ്. ഓക്കെ, അപ്പൊ ബാലൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 n, ഇവിടെ 1 n അല്ലേ? അപ്പൊ ഇവിടെ ഈ 1 n നമ്മൾ എന്താക്കണം? 2 n ആക്കണം അല്ലേ? ഇവിടെ ആകെ ഒരാളെ ഉള്ളൂ, അയാളെ നമ്മൾ എന്താക്കാൻ പോവാ? 2 ആളാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പോവാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇയാളുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്താൽ മതി? ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. ഫ്രണ്ടിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഒന്നുമില്ല എന്നതിന്റെ അർത്ഥം എന്താ? അവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് അല്ലേ? ആ ഒളിച്ചിരിക്കുന്ന ആളാരാ? 1 അല്ലേ? അപ്പോ 2 × 1 എന്ന് പറയുന്നത് എന്തായടാ? which is equal to 2 അല്ലേ? അപ്പൊ ഇവിടെയും n എന്ന് പറയുന്ന 2 എണ്ണം വന്നു, ഇവിടെയും എന്ത് വന്നു? n എന്ന് പറയുന്ന 2 എണ്ണം തന്നെ വന്നു. സെറ്റ് അല്ലേ? അപ്പൊ n ഉള്ള നമ്പർ നമ്മൾ എന്താക്കി? ഈക്വൽ ആക്കി. ഓക്കെ, ഇനി ആരാ നമ്മൾ ഈക്വൽ ആക്കണ്ടേ? ഹൈഡ്രജനെയാണ് നമ്മൾ ഈക്വൽ ആക്കേണ്ടത് അല്ലേ? ഹൈഡ്രജനെയാണ് നമ്മൾ ഈക്വൽ ആക്കേണ്ടത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 2 എന്ന് പറയുന്നത് ഈ n-നും ബാധകമാണ്, ഈ h-നും ബാധകമാണ് അല്ലേ? അപ്പോ നമ്മൾ ഈ ലെഫ്റ്റ് ഇൻറ്റു റൈറ്റ് ചെയ്യുമ്പോ n-ന്റെ മാത്രം റൈറ്റിന് കൊടുത്താൽ മതിയോ ഈ 2? പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഈ h-ന്റെയും റൈറ്റ് സൈഡിലോട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 × 1 ചെയ്ത മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യണോടാ? 2 × 3 ചെയ്യണം. അപ്പൊ എന്ത് വരും ഇവിടെ? 2 × 3 which is equal to 6 എന്നായി ഹൈഡ്രജന്റെ എണ്ണം അല്ലേ? 2 × 3 which is equal to 6 എന്നായി ഹൈഡ്രജന്റെ എണ്ണം. അപ്പൊ ഈ 2 എന്ന് പറയുന്നത് ഈ നൈട്രജനും ബാധകമാണ്, ഈ ഹൈഡ്രജനും ബാധകമാണ്. അപ്പൊ ഈ 2 നമ്മൾ എന്ത് ചെയ്തു? ഈ 2 പേർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരാ, അങ്ങനെ പാടില്ല കേട്ടോ. 2 പേർക്ക് എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? 2 × 1 which is equal to 2, 2 × 3 which is equal to 6. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിച്ചത്? നൈട്രജൻ എണ്ണം സെയിം ആയി, പക്ഷെ എന്ത് സംഭവിച്ചു? ഹൈഡ്രജന്റെ എണ്ണം അവിടെ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഈ 2 എന്ന് പറയുന്നത് 6 ആവാൻ എത്ര കൊണ്ട് നമ്മൾ 2നെ മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഈ ഹൈഡ്രജന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യണം? 3 ഇട്ട് കൊടുക്കണം. ഒരിക്കലും ഒരു എലമെന്റ് താഴെ നമ്മൾ ഒരിക്കലും നമ്പർ ഇട്ട് കൊടുക്കാൻ പാടില്ല. അവരുടെ ലെഫ്റ്റ് സൈഡിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്പർ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 × 2 which is equal to എത്ര വന്നു? 6 എന്നായില്ലേ? ആയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി? റിയാക്റ്റന്റ് സൈഡിലുള്ള ആൾക്കാരുടെ ആറ്റത്തിന്റെ എണ്ണവും പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ ആറ്റത്തിന്റെ എണ്ണവും എന്തായിരിക്കണം? സെയിം ആക്കണം. അതെങ്ങനെയൊക്കെ സെയിം ആക്കണം എന്നുള്ളത് കുറച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് സെറ്റ് അല്ലേ? ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്തതും ഒരു സിമ്പിൾ ഇക്വേഷനാണ്. നോക്കിയേ, H2 + O2 gives H2O. 2 ഹൈഡ്രജനും 2 ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വാട്ടർ കിട്ടി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാ. നോക്കിയേ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിയാക്റ്റന്റ് സൈഡിലുള്ള ആൾക്കാരെയും പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെയും എണ്ണോട് നമുക്ക് എടുത്ത് എഴുതാം.
ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 2 എണ്ണമുണ്ട്. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 2 എണ്ണമുണ്ട്. ഓക്കെ. ഇനി പ്രൊഡക്റ്റ് സൈഡിലോ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമുണ്ട്. ഓക്സിജനോ? 1 എണ്ണമുണ്ട്. ഓക്സിജൻ 1 എണ്ണം. ഹൈഡ്രജൻ 2 എണ്ണം, ഹൈഡ്രജൻ 2 എണ്ണം. റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാർ സെയിം ആണ്. പക്ഷെ ഓക്സിജൻ സെയിം ആണോടാ? ഓക്സിജൻ സെയിം അല്ല. റിയാക്ടന്റ് സൈഡിൽ 2 ഓക്സിജൻ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ ആകെ 1 ഓക്സിജൻ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഈ 1 2 ആവാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം? 2 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് സൈഡിൽ എന്ത് ചെയ്തിട്ട് കൊടുത്തു? 2 ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? 2 × 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര ആയി? 2 എന്നായി അല്ലേ? പക്ഷെ ഈ 2 ഇയാൾക്ക് മാത്രമാണോ നമ്മൾ കൊടുക്കണത്? അല്ല, ഈ ഹൈഡ്രജനും നമ്മൾ ഈ 2 കൊടുക്കണം. ഹൈഡ്രജനും എന്താണ്? ആ 2 ബാധകമാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ 2 × 2 കൂടെ ചെയ്യേണ്ടി വരും. വിച്ച് ഈസ് ഈക്വൽ ടു 4. ഓക്കെ. അപ്പൊ ഹൈഡ്രജൻ എന്നൂടെ ശരിയായോടാ? ശരിയായില്ല അല്ലേ? പ്രൊഡക്റ്റ് സൈഡിൽ 4ഉം അതുപോലെ തന്നെ റിയാക്ടൻസ് സൈഡിൽ എത്രയാണ് ഹൈഡ്രജൻ ഉള്ളത്? 2ഉം ആണ് ഉള്ളത്. അപ്പോ നമ്മുടെ ഈ ഹൈഡ്രജൻ 4 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം? 2 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ പോരെ? അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? ലെഫ്റ്റ് സൈഡിൽ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇക്വേഷൻ ബാലൻസ് ആയില്ലേ? 2 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടിയില്ലേടാ? 2 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടിയില്ലേ? അപ്പൊ 2 സൈഡിലുള്ള ആൾക്കാരും സെയിം ആയില്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? 2H2 + O2 gives 2H2O എന്ന് വന്നു. എന്താ? 2H2 + O2 gives 2H2O എന്ന് വന്നു. ഓക്കെ. അപ്പൊ ഈ ഇക്വേഷനും നമ്മൾ ബാലൻസ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് നോക്കാം. ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് വലിയ ഇക്വേഷൻ ആണെന്നല്ലേ? പക്ഷെ ഇതാണ് ഏറ്റവും സിമ്പിൾ. ഓക്കെ. Fe + H2O gives Fe3O4 + H2. നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി ഇരുത്തി റിയാക്ഷൻ നല്ലോണം വായിച്ചിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരെയും പ്രൊഡക്റ്റ് സൈഡിലുള്ള ആൾക്കാരെയും എടുത്ത് എഴുതാം. ഓക്കെ. ഇവിടെ നോക്കിയേ, റിയാക്ടന്റ് സൈഡിൽ ആരൊക്കെയാ ഉള്ളത്? Fe എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം ഉണ്ട്. ഇനി ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇനി ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം ഉണ്ട്. ഓക്കെ. ഇനി പ്രൊഡക്റ്റ് സൈഡിലോട്ട് വരുമ്പോഴോ Fe എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണമുണ്ട്. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ടടാ? 4 എണ്ണമുണ്ട്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? അഗൈൻ 2 എണ്ണമുണ്ട്. ഓക്കെ. ഇതിൽ നോക്കിയേ, നമ്മൾ എല്ലാവരും എന്താക്കണം? ശരിയാക്കണം അല്ലെ? എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് റീമേക്ക് ചെയ്തെടുക്കണം. 3 Fe ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ എത്ര Fe ഉള്ളൂ? 1 Fe ഉള്ളൂ അല്ലേ? അപ്പൊ 1നെ 3 ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ Fയുടെ ഫ്രണ്ടിൽ ഒരു 3 ഇട്ട് കൊടുക്കാം. Fയുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാ? ഒരു 3 ഇട്ട് കൊടുക്കുക. Fയുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാ? ഒരു 3 ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പൊ 3 Fe നായി. അപ്പൊ 1 × 3 വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പൊ Fe എന്നുള്ളത് ശരിയായി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കിയേ, ഓക്സിജൻ 4 എണ്ണം. ഇവിടെ ഓക്സിജനോ ആകെ 1 എണ്ണം ഉള്ളൂ. അപ്പോ ഓക്സിജൻ 4 എണ്ണം ഉള്ളത് ഇവിടെ ആകെ 1 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഈ 1നെ 4 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ എന്ത് ചെയ്യണം? ഈ H2Oന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യണം? നമ്മൾ 4 ഇട്ട് കൊടുക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? 4 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. പക്ഷെ നോക്കിയേ, ഈ ഓക്സിജന് മാത്രമാണോ ഈ 4 ബാധകമായിട്ടുള്ളത്? എല്ലാം ഇവിടെ വേറെ ഒരാൾ കൂടെ കിടക്കണില്ലേ? ആരാ? ഹൈഡ്രജൻ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഈ ഹൈഡ്രജൻ വെറുതെ നിൽക്കുന്ന ആളാണ്, പക്ഷെ ആൾക്ക് എന്ത് ചെയ്യണം? ആ 4 ഇട്ട് കൊടുക്കണം. കാരണം എന്താ? ആൾക്കും ആ 4 ബാധകമാണ്. അപ്പൊ ആർക്കും എന്ത് ചെയ്യണം? നമ്മ 4 ഇട്ട് കൊടുക്കണം. അപ്പൊ എന്ത് വന്നു? ഹൈഡ്രജന്റെ 8 എന്ന് വന്നു അല്ലേ? ഇനി നോക്കിയേ, ഹൈഡ്രജൻ ഇവിടെ എത്രയാ? 2 ആണ്. പക്ഷെ ഇവിടെ എത്രയാടാ? 8 ആണ് അല്ലേ? അപ്പൊ ഈ 2നെ 8 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ടില് ഒരു 4 ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ 4 × 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 4 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ Fe 3 എണ്ണം, റൈറ്റ് സൈഡിൽ 3 എണ്ണം.
ലെഫ്റ്റ് സൈഡിൽ ഓക്സിജൻ 4 എണ്ണം, റൈറ്റ് സൈഡിലും 4 എണ്ണം. ഇനി ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ 8 എണ്ണം, റൈറ്റ് സൈഡിലും ഹൈഡ്രജൻ 8 എണ്ണം. സെറ്റ് ആയില്ലേ? കുഴപ്പമില്ലല്ലോ. ഈ ഇക്വേഷനിലെ ഏറ്റവും സിമ്പിൾ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിയാക്റ്റീവ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ആറ്റത്തിന്റെ നമ്പർ എപ്പോഴും ഈക്വൽ ആയിരിക്കണം എന്നുള്ള പോയിന്റ് മാത്രമേ നമ്മുടെ തലയിൽ കുത്തി വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ഇന്ന നമ്പർ ഇട്ട് കൊടുക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് അപ്പോൾ ബാലൻസ് ആവുക എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the total number of atoms present in H2SO4? How many number of atoms present if it is 2H2SO4? H2SO4 ൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. H2SO4 ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട് അവിടെ? 2 എണ്ണം ഉണ്ട് അല്ലേ? സൾഫർ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 എണ്ണമാണുള്ളത്. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 4 എണ്ണമാണുള്ളത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ നമുക്ക് എത്ര ആറ്റംസ് ആണ് H2SO4 ൽ പ്രസന്റ് ആയിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഹൈഡ്രജന്റെ എണ്ണവും സൾഫറിന്റെ എണ്ണവും ഓക്സിജന്റെ എണ്ണവും കൂടെ എന്ത് ചെയ്യാ? ആഡ് ചെയ്യാ. അപ്പൊ നോക്കിയേ, 4 + 1 + 2 എത്രയാ വരാ? 7 ആണ് വരാ അല്ലേ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാ? 7 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ H2SO4 എത്രയാ? 7 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? വാട്ട് ഇഫ് ഇറ്റ് ഈസ് 2H2SO4? ഇവിടെ 1H2SO4ന്റെ കാര്യം നമുക്കറിയാം. ആ 1H2SO4 പ്രസന്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2H2SO4 ൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ആറ്റത്തിന്റെ നമ്പർ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ലേടാ? നമുക്കറിയാം ഒരു H2SO4 ൽ 7 ആറ്റംസ് ആണ്. അങ്ങനെയാണെങ്കിൽ 2H2SO4 ൽ എത്രയായിരിക്കും? 2 × 7 ചെയ്താൽ പോരെ? 2 × 7 ചെയ്താൽ പോരെടാ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 14 എന്ന് കിട്ടും. അപ്പോൾ ഒരു H2SO4 ൽ 7 ആറ്റംസ് ആണ്. അങ്ങനെയാണെങ്കിൽ 2H2SO4 ൽ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 × 7 ചെയ്താൽ മതി. which is equal to 14 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയും കൂടെ ഉള്ളൂ. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാം ഈ ചാപ്റ്ററിന്. ഓക്കെ ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, സോഡിയത്തിന്റെ സിമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് Na. ഓക്കെ, സോഡിയത്തിന്റെ സിമ്പിൾ എന്താ? Na എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതേമാതിരി നമ്മളെല്ലാം എന്ത് ചെയ്യണം? അടുത്തത് ഫില്ല് ചെയ്യണം. Cu എന്തിന്റെ സിമ്പിൾ ആയിരിക്കും? അപ്പം Cu എന്ന് പറയുന്നത് എന്തിന്റെ സിമ്പിൾ ആയിരിക്കും? നമുക്കറിയാം Cu എന്ന് പറയുന്നത് എന്തിന്റെ സിമ്പിളാ? കോപ്പറിന്റെ സിമ്പിൾ ആണ്. എന്തിന്റെയാണ്? കോപ്പറിന്റെ സിമ്പിൾ ആണ്. ഇനി പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ ഏതാ? പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ എന്താണ്? K ആണ്. പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ. പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ എന്താ? K ആണ് പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ. ഇനി കാർബന്റെ സിമ്പിൾ ഏതാടാ? കാർബന്റെ സിമ്പിൾ കാർബൺ. C മാത്രമുള്ളൂ അല്ലേ? കാർബൺ എന്ന് പറയുമ്പോൾ എന്താ? C മാത്രമേ ഉള്ളൂ. അപ്പൊ സോഡിയത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് Na ആണ്. കോപ്പറിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് Cu ആണ്. പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് K ആണ്. കാർബണിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് C ആണ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യുക? ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലവണ്ണം പഠിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് വൈസ് നല്ലോണം എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. എന്നിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. ഓക്കെ.